നമുക്കിനി തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് കൊറോണ പരിശോധന വ്യാപകമാക്കാൻ തീരുമാനം. ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് ഒമിക്രോൺ വകഭേദമായ JN1 സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നിർദ്ദേശം. സംസ്ഥാനത്തെ കൊറോണ സാഹചര്യം വിലയിരുത്തുന്നതിനായി ആരോഗ്യവകുപ്പ് ഉടൻ അടിയന്തര യോഗം ചേരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹനയുടെ മരണത്തിൽ റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിനെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് മെഡിക്കൽ കോളേജ് പോലീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കേസിൽ ഒളിവിലായിരുന്ന അബ്ദുൾ റഷീദിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഈ രണ്ട് വാർത്തകളും സംബന്ധിച്ച വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഒമിക്രോൺ വകഭേദമായ JN1 സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഒമിക്രോൺ ഉപവകഭേദത്തിന്റെ സാധ്യത എത്രത്തോളമാണ്? പകർച്ചവ്യാധി സാധ്യത എത്രത്തോളമാണ്? ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും എത്രത്തോളം ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്? ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ല. പക്ഷേ അതീവ ജാഗ്രത വേണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്ന ഒരു കാര്യം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് ഈ നിർദ്ദേശം നൽകിയിരുന്നു. കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് എല്ലാ ആശുപത്രികൾക്കുൾപ്പെടെ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊറോണ പരിശോധന വീണ്ടും RT-PCR പരിശോധന ഉൾപ്പെടെ വ്യാപകമാക്കാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. അതായത് രോഗലക്ഷണങ്ങളുമായി എത്തുന്നവർക്ക് കൃത്യമായി പരിശോധന നടത്തണം എന്നുള്ള നിർദ്ദേശമാണ്. അത് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനം അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഏതാണ്ട് 89% കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ആകെ ആക്റ്റീവ് കേസുകൾ ഏതാണ്ട് 1700-ഓളമാണ്. ഇതിൽ കേരളത്തിൽ തന്നെ സ്ഥിരീകരിക്കുന്നത് 1500 കേസുകളാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്ത് ഇനി മുതൽ രോഗലക്ഷണങ്ങളുമായി എത്തുന്ന ആളുകളിൽ ഈ ഒരു പരിശോധന നടത്താനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ, അതായത് ഇന്ന് വരും മണിക്കൂറുകളിൽ തന്നെ അടിയന്തരമായി യോഗം ചേരാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ആരോഗ്യമന്ത്രി നവകേരള സദസ്സിലാണെങ്കിൽ ഓൺലൈനായിട്ടാണ് ഈ യോഗം ചേരുന്നത്. ആരോഗ്യവകുപ്പ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, സംസ്ഥാനത്തെ നിലവിലെ ഒരു സാഹചര്യം എന്താണ്, ആശുപത്രികൾക്ക് നൽകേണ്ട നിർദ്ദേശം എന്താണ്, മുൻകരുതലുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. JN1 സ്ഥിരീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയിലാണ്. ഇൻസഗോഗ് എന്ന ലാബ് കൺസോർഷ്യം, അതായത് ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യമാണ് ഇൻസഗോഗ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്ത് പരിശോധന നടത്താറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് കളക്ട് ചെയ്ത സാമ്പിളുകളിലാണ് JN.1 സ്ഥിരീകരിച്ചത്. ഇത് 38 രാജ്യങ്ങളിലാണ് ഈ ഒമിക്രോണിന്റെ സബ് വേരിയന്റ് ആയിട്ടുള്ള JN.1 സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് പ്രതിരോധ ശേഷിയെ മറികടക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് ഈ സബ് വേരിയന്റിന്. അത് മാത്രമല്ല, വളരെ പെട്ടെന്ന്, അതായത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പനി കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിദിനം തന്നെ 10,000-ലധികം കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കുറെ നാളുകളായി തന്നെ ഇതേ രീതിയിൽ തുടരുന്നുണ്ട്. കുറയാതെ ഈ പനിബാധിതരുടെ എണ്ണം തുടരുന്നുണ്ട്. മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ കൂടുതൽ ചിലപ്പോൾ ഈ പനി മരണങ്ങളും അല്ലെങ്കിൽ ഈ പനി ബാധയൊക്കെ തന്നെ കൊറോണ ബാധിച്ചിട്ടാണോ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പനി ബാധിച്ചെത്തുന്ന ആളുകളിൽ കൊറോണ പരിശോധന ഒന്നും തന്നെ നടത്താത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു പനിബാധിതരുടെ എണ്ണം ഉയർന്നു നിൽക്കുന്നതും കടുത്ത ആശങ്കയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ആ രീതിയിൽ പനിബാധിതരുടെ എണ്ണം ഉയർന്നു നിൽക്കുന്നില്ല. കേരളത്തിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം, കൊതുക് നശീകരണം, ഇതിലൊക്കെ തന്നെ ഉണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിലൊരു പനിബാധ ഉയർന്നു നിൽക്കാനുള്ള കാര്യമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം. അപ്പം ഈ കൊറോണയുടെ ഈ ഒരു സബ് വേരിയന്റ് കൂടി ഇവിടെ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ വലിയ രീതിയിൽ വ്യാപിക്കുന്ന പനിബാധിതരിൽ ചിലർക്കെങ്കിലും ഈ ഒരു കൊറോണ ബാധ ഉണ്ടാകാം എന്നുള്ളൊരു സംശയമാണ് ആരോഗ്യ വിദഗ്ധർ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പരിശോധന വ്യാപകമാക്കാനുള്ള നിർദ്ദേശം എല്ലാ ആശുപത്രികൾക്കും നൽകിയിട്ടുണ്ട്. ഇനി മാത്രമല്ല, മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി ആരോഗ്യവകുപ്പിന്റെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ കൊറോണയുടെ ലക്ഷണങ്ങൾ പ്രകടമാണ്. സാധാരണ തലവേദന, ജലദോഷം, ചുമ, ഇതൊക്കെ തന്നെയാണ് ലക്ഷണങ്ങൾ. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പോംവഴി. മാസ്ക് ധരിക്കുക, കൂടുതൽ ആളുകളുമായി ഇടപഴകാതിരിക്കുക, സ്വയം ഐസൊലേറ്റ് ചെയ്യുക, ഡോക്ടറുടെ സേവനം തേടുക, RT-PCR പരിശോധന അടിയന്തരമായി തന്നെ നടത്തുക. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ
ആളുകളിലേക്ക് വ്യാപിക്കാനുള്ള, അതായത് കൂടുതൽ ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ സബ് വേരിയന്റ് വ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അടിയന്തര യോഗം ചർച്ച ചെയ്യും. രോഹിണി. അതെ.